ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നൊരു കിടിലം ചിക്കൻ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു കുക്കർ ഷവായിയുടെ വീഡിയോ ആണ്. അപ്പം ഇതിനായിട്ട് ഞാൻ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിനെ ഒന്ന് ജസ്റ്റ് വരഞ്ഞു കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മസാല തയ്യാറാക്കണം. ഇതിനായിട്ട് ഞാനിവിടെ 15 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ശേഷം കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കൊച്ചുള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കൂടെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ എല്ലാം തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി എല്ലാം കൂടെ ചിക്കനകത്തേക്കൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇതെല്ലാം ഈ മസാല എല്ലാം കൂടി ഇതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. മസാല എല്ലാം കൂടെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി കുക്കറിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ശേഷം ബാക്കി വന്നിട്ടുള്ള മസാലയും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇതാ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു നോൺ സ്റ്റിക്കിലേക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട്. മറ്റൊരു പാനിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത മസാല ഒന്ന് തിളപ്പിച്ച് തിക്കാക്കി എടുക്കണം. അതുകൂടി ഒന്ന് ചെയ്തിട്ട് വരാം. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഇതിൻ്റെ പുറത്തു കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് ഈ ഒരു കുക്കർ ഷവായി. ടേസ്റ്റ് ഒട്ടും കുറവുമല്ല. എല്ലാവരും എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.